അജി വന്നു ഇന്ന് മീനില്ലാതെ ചോറ് വയ്ക്ക. സോയാബീനെ വാങ്ങിനെ അച്ഛൻ വന്ന ഇങ്ങോട്ടേ. സോയാബീനാ വാങ്ങിന്? അച്ഛൻ വന്നിട്ടൊന്നുമില്ലല്ലോ ഇങ്ങോട്ട്. അച്ഛൻ ചിക്കൻ വാങ്ങി പോകുന്നുണ്ട് അതിനോട്ട് തറവാട്ടിലേക്ക്. അച്ഛൻ ചിക്കൻ മേടിക്കാൻ പോയിനാ. എന്നാ പിന്നെ പകുതി കൊണ്ടുതരാൻ എടുക്കുന്നുണ്ടായി. കുറച്ച് കൊണ്ടുതരുമായിരിക്കും. അതുകൊണ്ട് സോയാബീൻ കറി വെക്കാണ്ടിരിക്കണ്ടോട്ടാ. അത് വേക്കാക്കിക്കോ. ഇനി അച്ഛനും കാത്തു നിൽക്കണ്ട. അല്ലെങ്കിൽ അച്ഛനപ്പുറം വാങ്ങിയാ ഞാൻ കറി വെക്കാണ്ട് നിൽക്കുവാ. കൊണ്ടു തന്നിട്ടുണ്ടെ ഞാൻ വൈകുന്നേരം അത്രയും. സോയാബീൻ ചിക്കൻ കറി വെക്കുന്ന പോലെ നല്ല കുറച്ച് വരട്ടി എടുത്തോട്ടാ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എന്റെ അമ്മ എന്റെ ചോറങ്ങ് ചീഞ്ഞു പോയി. നിങ്ങൾ ഒരു പണ്ടാട്ടിന്റെ വർത്താനം കൊണ്ട് പോയി നടന്നു. ആദ്യം നമ്മളെ സോയാബീൻ ഒന്ന് വേവിച്ചെടുക്കട്ടെ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേ. കുറച്ച് കുരുമുളക് പൊടിയാണേ. കുറച്ച് ഉപ്പ്. ഇതൊന്ന് തിളച്ച് വരട്ടെ. എന്നാൽ അച്ഛനെയും കൂട്ടി ചിക്കൻ കൊണ്ടുതരാൻ നിൽക്കൂല എന്തായാലും. അപ്പൊ നമ്മള് സോയാബീൻ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കേ. അങ്ങനെ വേവട്ടെ. തിളച്ച് പറയുകയൊന്നും ചെയ്യില്ല. അപ്പൊ ഇത് നമുക്കൊന്ന് കോരി മാറ്റാം കേട്ടോ. തണിയാൻ വേണ്ടിട്ട് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. എന്നാ മോളെ കറിയാക്കുന്നേ? ഓ അച്ഛ ഇപ്പൊ ഞായറാഴ്ച സോയാബീൻ വാങ്ങിട്ട് വന്നിന്. അത് വരട്ടി എടുക്കാൻ വേണ്ടിട്ട്. കുറച്ച് ചിക്കൻ മോളെ. ഓ അച്ഛ ചിക്കൻ വാങ്ങി വന്നിട്ടുള്ളത് ഞാൻ അറിഞ്ഞിട്ടാ. അച്ഛ ഇത് പിന്നെ ആക്കട്ടാ. ഇത് പിന്നെ ആക്ക. ഇതൊന്ന് വേഗം ആക്കട്ടെ. ഇപ്പൊ പോണ്ടേ? ഞാനിങ്ങോട്ട് പോവാ. അടക്കിണ്ട് ലേശം ചിക്കൻ. എന്നാ പോടിച്ചോ. ചിക്കൻ എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടക്കട്ടെ. ആക്കാൻ സമയം. അപ്പൊ ഇത് തണിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് പീഞ്ഞെടുക്കണം. അപ്പൊ സോയാബീൻ ഒന്ന് വരട്ടിയെടുക്കാം. ചട്ടി വെച്ചെടുത്തിട്ടുണ്ടേ. അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആക്കാൻ തുടങ്ങി. വെളിച്ചെണ്ണ ഒഴിച്ചതേ ഇല്ലു. വെളിച്ചെണ്ണ ചൂടായി അല്ലേ? ഇനി വെളുത്തുള്ളി അല്ലേ? വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ആദ്യം ഇടുന്നുണ്ട്. വരട്ടി എടുക്കുന്നല്ലേ ഇന്നല്ലേ? നമ്മുടെ സോയാബീൻ വരട്ടി എടുക്കുക ചെയ്യുന്നു. അടുത്ത നമ്മുടെ സവാള അല്ലേ? ഉള്ളി, രണ്ട് പച്ചമുളകും ഇട്ട് കൊടുക്കുക. കറിവേപ്പില, നല്ല കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പൊ കുറച്ച് ഉപ്പിടുന്നുണ്ടേ. സോയാബീൻ വേവിക്കുമ്പോ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ? ഇനി നമ്മുടെ മസാല ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയെ,
ഒന്നുള്ളിൽ ചേർക്കുന്നില്ല. അത്രയും ഉണ്ട്. പൊടി അടുത്ത നമ്മുടെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയെ, കുറച്ച് ഗരം മസാല, എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പൊ നമ്മുടെ മസാലയുടെ പച്ചമണൽ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ സോയാബീൻ അല്ലേ, ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ചെടുത്ത് നമ്മുടെ സോയാബീൻ കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഒന്ന് വരട്ടിയെടുക്കുക. അപ്പൊ നമ്മുടെ സോയാബീൻ നല്ല മസാലനെ പിടിച്ച് നല്ല പൊട്ടി വെന്തിട്ടുണ്ട്. ഇതിനെ എടുത്തു നോക്കേ. ഇനി ഇതിലേക്ക് വറുത്തിടാനുണ്ട്. മറ്റൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം തേങ്ങ കൊട്ടെ, കുറച്ച് തേങ്ങ കൊത്ത് ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ തേങ്ങാക്കൊത്ത് ചുവന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഒക്കെ എടുക്കാൻ. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ സോയാബീൻ വരട്ടിയെടുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് കഴിക്കലേ. അപ്പോൾ ഇന്നത്തെ ചോറിനുള്ള കറി നമ്മളെ മാതള നാരങ്ങ അച്ചാറുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാ നമ്മുടെ വരട്ടിയെടുത്ത സോയാബീൻ. ദേശൂട് കുറച്ച് മതി. ഇത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം കേട്ടാ. മതി 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 കണ്ടാ, നല്ല ചിക്കനെ പോയില്ലേ. ചിക്കൻ്റെ അതേ സ്മെല്ലാണ് കേട്ടോ. നോക്കട്ടെ ഇങ്ങനെ എടുത്തിട്ട് ഇതാ. ചിക്കൻ്റെ അതേ സെയിം കേട്ടോ. ചിക്കൻ കിട്ടിയിട്ടെങ്കിൽ ഇതേപോലെ ആക്കി കുഞ്ഞക്കളം കൊടുത്തോ, നല്ല ടേസ്റ്റാണ്. തേങ്ങ കൊത്തും ആദ്യം തന്നെ കടിക്കാൻ കിട്ടി. ഒന്നും പറയാനില്ല, സൂപ്പർ ടേസ്റ്റാണ്. അച്ഛൻ നമ്മക്കെല്ലാം കൊണ്ടു കൊടുക്കണം. അത്ര എല്ലാവർക്കും കുറേശ്ശെ കൊണ്ടു കൊടുക്കണം. സംഭവം അടിപൊളി. അത്ര ടേസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചിട്ട് കേട്ടോ. സംഭവം അടിപൊളി. എന്നാൽ പിന്നെ ഇത് ആസ്വദിച്ച് കഴിക്കട്ടോ കേട്ടോ.